ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള നല്ല മൊഞ്ചുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനം വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. കുറഞ്ഞ ടൈം മതിയാവും, ഒരു 5 മിനിറ്റ് പോലും ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയില്ല. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 3/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ടയുണ്ടാവും. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, കട്ടയൊന്നുമില്ല. നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ഒന്ന് അടിച്ചെടുത്താൽ കട്ട കൂടാതെ അടിച്ചു കിട്ടും. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കുടുങ്ങി നിൽക്കും. അപ്പോൾ ജസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ഞാൻ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ദോശ മാവിൻ്റെ അത്രയും കട്ടി വേണ്ട, അതിൽ കുറച്ചുകൂടെ ലൂസിലാണ് വേണ്ടത്. അപ്പോൾ അതേ മിക്സിയിൽ തന്നെ ഞാനൊരു 2 മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കളറിന് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഏലക്കപ്പൊടി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെനില എസൻസും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ഇട്ടാലാണ് കറക്റ്റ് ആവും. ഞാൻ കുറച്ച് മധുരം കുറച്ചിട്ടാണ് ആക്കിയത് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മുട്ട കൂടി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സ്റ്റീൽ പ്ലേറ്റിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു ഉള്ളുള്ള പോലത്തെ സ്റ്റീൽ പ്ലേറ്റാണ്. ഇപ്പോൾ ഇഡ്ഡലി തട്ടായാലും കുഴപ്പമില്ല, അതിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ 1 ടീസ്പൂൺ RKG ആണ് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്. അതെല്ലാ സൈഡിലും നമുക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് സ്റ്റീമറിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ പ്ലേറ്റ് ജസ്റ്റ് ഒന്ന് ചൂടായി വരണം. അപ്പോൾ ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഈ ഫസ്റ്റ് മൈദക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അധികം കട്ടിയില്ലാതെ വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നിങ്ങളുടെ സ്പൂണ് വലുതാണെങ്കിൽ ഒരു 1/2 സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എൻ്റെ അത്യാവശ്യം ഒരു നോർമലാണ്, അധികം വലുപ്പമില്ല, എന്നാൽ തീരെ ചെറുതുമല്ല. അപ്പോൾ വളരെ കട്ടി കുറച്ചിട്ട് വേണം നമ്മൾ ഫസ്റ്റ് ലെയർ ഒഴിച്ചു കൊടുക്കാൻ. ഇത് കട്ടി കൂടുമ്പം ടേസ്റ്റ് പോകും, വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു 30 സെക്കൻഡ് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. പെട്ടെന്ന് കുക്കാവും, ഒരു 30 സെക്കൻഡ് മതിയാവും. ഇത് കുക്കായി വന്നിട്ടുണ്ട്. 1 മിനിറ്റിൻ്റെ ആവശ്യം പോലുമില്ല, ഒരു 30 സെക്കൻഡ് പെട്ടെന്ന് അല്ലേ, വളരെ നൈസായിട്ടുള്ളതല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മുട്ടക്കൂട്ട് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതും ഒരു നൈസായിട്ട് തന്നെ വേണം, അതുകൊണ്ട് നിങ്ങൾ സ്പൂണിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് അത്യാവശ്യം ഒരു നോർമലാണ്, അധികം വലുപ്പമില്ലാത്ത, അപ്പോൾ കട്ടിയില്ലാതെ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 40 സെക്കൻഡ് നമുക്ക് വെക്കാം. എന്ന് വെച്ചാൽ മൈദേനേക്കാളും കുറച്ചുകൂടി കുക്കാവേണ്ട ആവശ്യമുണ്ടാവും മുട്ടയാവുമ്പോൾ. അപ്പോൾ ഇതും കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നന്നായിട്ട് ഗീ പുരട്ടി കൊടുക്കാം. ഞാൻ RKG തന്നെയാണ് ഇതിൻ്റെ മുകളിലും പുരട്ടി കൊടുക്കുന്നത്. നമുക്ക് കുറച്ച് കൂടുതലായിട്ട് തന്നെ പുരട്ടി കൊടുക്കണം, എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഗീയുടെ ഒരു ഫ്ലേവറും പിന്നെ ഈ മുട്ടയും എല്ലാം കൂടി ചേർന്ന് വരുന്നൊരു പ്രത്യേക ഒരു ടേസ്റ്റാണിത്. അപ്പോൾ എല്ലായിടത്തും പുരട്ടി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ ഒഴിച്ച പോലെ തന്നെ മൈദയുടെ കൂട്ട് ഒഴിച്ച് കൊടുക്കാം. 1 സ്പൂൺ ഒഴിച്ചിട്ട് എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുത്താൽ മതിയാവും. എന്നാൽ നമുക്ക് നൈസായിട്ട് കിട്ടും, അധികം കട്ടിയില്ലാതെ. വീണ്ടും ഒരു 30 സെക്കൻഡ് നമുക്ക് അടച്ചു വെക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ഒഴിച്ച പോലെ തന്നെ മുട്ടക്കൂട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു 40 സെക്കൻഡ് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ 40 സെക്കൻഡൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആക്കിയത് മൈദക്കൂട്ടിനേക്കാൾ കുറച്ചുകൂടി കുക്കാവാനുള്ള ആവശ്യമുണ്ട് മുട്ടയാവുമ്പം. ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ഗീ പുരട്ടി കൊടുക്കാം. കുറച്ച് കൂടുതൽ പുരട്ടി കൊടുക്കണം കേട്ടോ, എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ വീണ്ടും മൈദക്കൂട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതേപോലെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇങ്ങനെ നമ്മുടെ കൂട്ട് തീരുന്നത് വരെ മൈദക്കൂട്ടും മുട്ടക്കൂട്ടും ആയിട്ട് ഇങ്ങനെ ലെയറായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിലും ഞാനിടുന്ന വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വരുള്ളൂ. ഓൾ എന്ന ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ മൈദക്കൂട്ട് ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റത്തത് ഒഴിച്ച് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നട്ട്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എള്ളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എള്ളിൻ്റെ ഫ്ലേവറൊക്കെ അതെൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. ഇനി എല്ലാം കൂടി നമുക്കൊരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നെയ്യട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പേരിൻ്റെ നെയ്യട എന്നാണ്. നമ്മൾ ലെയറിലൊക്കെ നെയ്യ് വരട്ടി കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ചിൽഡ്രൻസ് ബൈ. താങ്ക് യു.